സാമ്പാറില്ലേ അതിന് തക്കവണ്ണം ശകലം കായ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. സുഖമായിട്ട് ഉറങ്ങിയാണ് തമ്പി. എന്നെ അങ്ങനെ ആരും ഇതവര് വിളിച്ചിട്ടില്ല, അച്ഛൻ പോലും. തമ്പിച്ചേട്ടാന്നാ എല്ലാരും വിളിക്കാറ്. തമ്പിച്ചേട്ടാ. എന്തോ? എന്നെ നാളെ രാവിലെ 6 മണിക്ക് വിളിച്ചുണർത്തണം. ഉണർത്താം. എങ്ങനെ ഉണർത്തും? വിളിച്ചുണർത്താം, അല്ലെങ്കിൽ കുലുക്കി ഉണർത്താം. അതും പറ്റിയില്ലെങ്കിൽ ചോട്ടിന് ഞാൻ ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്യാം. അതൊന്നും വേണ്ട. ഇവിടെ കൂജയുണ്ടോ? മന്ത്രിമന്ദിരത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമില്ല. ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. കൂജ വെള്ളം എടുത്ത് എന്റെ മുഖത്തൊഴിക്കണം. അയ്യോ, ഞാൻ മുഖത്ത് വെള്ളം ഒഴിക്കണമെന്നോ? ബുദ്ധിമുട്ടാ. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. സാർ, അപ്പോ ഞാൻ സാറിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നില്ല, തളിക്കുന്നു. ചീരക്കൊക്കെ തളിക്കുന്ന പോലെ. ഗുഡ് നൈറ്റ് സാർ. എന്താ തമ്പിച്ചേട്ടാ ഒരു മൂഡ് ഓഫ്? എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാ നിങ്ങൾ മൂഡ് ഓഫ്. സത്യം പറയണം, ഓർക്കാപ്പുറത്താ ഇദ്ദേഹം മന്ത്രിയായതല്ലേ? എന്താ കാര്യം? ഭാര്യയും കുട്ടികളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇദ്ദേഹം പിരിഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ അത് തന്നെ കാര്യം. തട്ടിയിട്ടുണ്ട്. ഒരുമാതിരി അനാവശ്യം പറഞ്ഞിട്ടാ. നിങ്ങളൊക്കെ ഈ മന്ത്രിമന്ദിരത്തിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്നു കയറിയ കുഞ്ഞു മാക്രികളാ. ഞാൻ എത്ര മന്ത്രിമാരെ കണ്ടു. വിഷമിക്കാനൊന്നുമില്ല. എല്ലാ മന്ത്രിമാർക്കും ഓരോരോ അവസരത്തിൽ വട്ടുപിടിക്കും. പക്ഷെ അത് പൊതുജനങ്ങളെ അറിയിക്കാറില്ല. പത്രത്തിൽ ഇതിന് ദേഹാസ്വാസ്ഥ്യം എന്നാണ് പറയുക. ഇത് മൂക്കുമ്പോഴാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ചുമ്മാ തമാശ പറയാ തമ്പിച്ചേട്ടാ. PS യാതൊരു കുഴപ്പമില്ല. പോ മനസ്സിലായിക്കോളൂ. ഇയാളെന്താ ഇങ്ങനെ പറയണേ? അയാക്ക വട്ട്. സാറേ, ഇങ്ങനെ കാണിച്ച വയറും പോലെ. അപ്പൊ ഇത് വയറല്ലേ? ഇവിടെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വയറ് വേണ്ടേ? അല്ലേ? ഇങ്ങനെ കാണിച്ചാ മതി. വയറു തുടർച്ചയായിട്ട് കാണിച്ചാ മതി. നിർത്ത്. എന്താ പ്രശ്നം? ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പോട്ടെ, മൃഗമായാലും രാവിലെ അതിന്റെ മുഖത്തുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ ഭാഷ അറിയാൻ മേലെങ്കിലും അത് തന്തയ്ക്ക് വിളിക്കാതിരിക്കുമോ? ഇവിടെ ഒരു മിനിസ്റ്ററെ കാലത്തെ 6 മണിക്ക് മുഖത്ത് വെള്ളം ഒഴിക്കാൻ പറയുന്നു. ഞാൻ ഒഴിച്ചപ്പോഴേ ചിരിക്കുന്നു, പിന്നെ താങ്ക് യു എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാലേ ഇത് തുടക്കം. ഗുഡ് മോർണിംഗ് സർ. ഞാൻ പ്രിൻസിപ്പലാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ. ഞാൻ മന്ത്രിയാ. എന്താ കാര്യം പറയൂ. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. മാഡം പറയൂ, കുട്ടി പറയൂ. ഞങ്ങളുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിയെ ക്ഷണിക്കാൻ വന്നതാ. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പെട്ടെന്ന് മറുപടി പറയണ്ട. ചിലപ്പോ തീരുമാനം മാറ്റേണ്ടി വരും. എന്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. കോളേജിന്റെ പേര് ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ല. മിനിസ്റ്ററുടെ മിസ്സസ് ഞങ്ങളുടെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മിനിസ്റ്റർ തന്നെ വരണമെന്ന് നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് മിനിസ്റ്റർക്ക് വരാൻ നിർബന്ധമില്ലാത്തത്. എന്റെ ഓഫീസ് കാര്യങ്ങളിൽ എന്റെ കുടുംബാംഗങ്ങൾ സ്വാധീനിക്കാറില്ല. എന്റെ ഭാര്യ അവിടുത്തെ അധ്യാപികയായതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ?
ഞാൻ ഒരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ. വീണ്ടും വിളിച്ചുകൊണ്ടോ വന്നു കണ്ടുകൊണ്ടോ സമയം വേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ശരി. കോളേജിൽ ആകെ ഫ്ലാഷ് ആയിട്ടുണ്ട് മിനിസ്റ്റർ വരുന്ന കാര്യം. ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ. ദുഷ്യന്തന്റെ ഭാര്യയല്ലേ മമ്മി ശകുന്തള? പിന്നെ കണ്ടിട്ട് അറിയാത്തത് എന്താ? തിരിച്ചറിയണമെങ്കിൽ ദുഷ്യന്ത ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം കയ്യിൽ വേണ്ട. അത് നഷ്ടപ്പെട്ടു പോയില്ലേ? മമ്മി എന്തിനാ കരയുന്ന? ദുഷ്യന്തം പപ്പായെ പോലെ ശകുന്തളയുടെ മോതിരം പണയം വെച്ചതാ? രാവിലെ 10 മണിക്ക് കൊല്ലം വൃന്ദാവൻ ഹാൾ മന്ത്രി സഹദേവന്റെ മകളുടെ മാരേജ്. 10:30 കൊല്ലം ടൗൺ ഹാൾ അന്തരിച്ച സ്വാതന്ത്ര്യ സേനാനി കൊച്ചുകുട്ടൻ അനുശോചന സമ്മേളന ഉദ്ഘാടനം. 11:15 ഹരിപ്പാട് കൈകയാശ്രമം പരമാനന്ദ സ്വാമിയുടെ സപ്തതി ആഘോഷം, ആശംസ പ്രസംഗം. 12 മണിക്ക് ചെങ്ങന്നൂർ ഈറ്റ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഉദ്ഘാടനം. 1 PM കോട്ടയം TV ലഞ്ച്. 2 PM മാന്യശബ്ദം പത്രമാഫീസ് സന്ദർശനം. 3 PM ചെങ്ങനാശ്ശേരി വിമൻസ് ഹാൾ പാർട്ടി മഹിളാ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്വീകരണ സമ്മേളനം. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിടുന്നത്? എല്ലാം മിനിസ്റ്റർ സമ്മതിച്ച് ചാർട്ട് ചെയ്തതാണ്. 3 മണിക്ക് ശേഷമുള്ള എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തേക്കും. സാറേ, അത് 3 മണിക്ക് ശേഷം പാർട്ടി സംഘടിപ്പിക്കുന്ന സ്വീകരണങ്ങളും 6 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗുമാണ്. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മിനിസ്റ്റർ തന്നെ പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സർ, അമ്പലപ്പുഴ ഒരു ഗുഡ് ലക്ക് ലോഡ്ജ് ഉണ്ട്. ഇന്ന് രാത്രിയിലത്തേക്ക് എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്യണം. സർ, ഏതെങ്കിലും റൂം പോരാ, റൂം നമ്പർ 5 തന്നെ വേണം. സർ. എനിക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി ഏർപ്പാട് ചെയ്യണം. പ്രോട്ടോകോൾ ഒന്നും വേണ്ട, അതായത് പോലീസും കിടുപിടിയൊന്നും വേണ്ടെന്നർത്ഥം. ഞാൻ തനിച്ചു പോയിക്കോളാം. നാളെ രാവിലെ മടങ്ങി വരും. ഈ അമ്പലപ്പുഴ ബന്ധുക്കളാരെങ്കിലും? അമ്പലപ്പുഴയായിരിക്കില്ല, അമ്പലത്തറയായിരിക്കും. അവിടെ അവന്റെ അച്ഛന്റെ വകയിൽ ഒരു സഹോദരിയുണ്ട്. അമ്പലപ്പുഴ തന്നെ പറഞ്ഞത്. ഒരു ഗുഡ് ലക്ക് ലോഡ്ജ്. അവിടെ മുറി വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ വല്ല ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ശ്രീകൃഷ്ണസ്വാമി ഉണ്ട്. തലയ്ക്ക് സ്ഥിരമില്ലാത്തവരോട് എന്തോ പറയാനാ? എന്ത് പറഞ്ഞ ചേട്ടാ, ഞാനിത് ആരോടെങ്കിലും ചോദിക്കണ്ടേ? ഇന്ന് രാത്രി പോവും, ഒറ്റയ്ക്ക് പോവും, കൂടെ ആരും ചെല്ലണ്ടെന്നൊക്കെ പറയണേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കൂടെ പോവും. അങ്ങോട്ട് അതും ഇതൊക്കെ പറയും. ഇത് നമ്മുടെ ചോറ. ഞാൻ പോയില്ലെങ്കിൽ എന്റെ ദേഹമെങ്കിലും കൂടെ പോവും. ഉടനെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവരം പറയണം. എന്റെ പൊന്ന് തമ്പിച്ചേട്ടാ, ചേട്ടെങ്കിലും കൂടെ വെക്കണോട്ടാ. ഒരു ധൈര്യത്തിന്. അത് ഞാൻ ഏറ്റു. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പല മന്ത്രിമാരെ അമ്പലപ്പുഴ കാണിച്ചിട്ടുള്ളതാണ്. ഗുഡ് മോർണിംഗ് എസ് ഐ സാർ. ഗുഡ് ലക്ക് ലോഡ്ജോ സാർ. മാധവനായരെ സാർ, ഇന്ന് വൈകുന്നേരം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് സാർ. 4 മണിക്കാ പ്രോഗ്രാം. ഗുഡ് ലക്ക് ലോഡ്ജിൽ റൂം നമ്പർ 5 ബുക്ക് ചെയ്യണം. ഗുഡ് ലക്ക് ലോഡ്ജോ? ആ ലോഡ്ജ് അല്പം വശപ്പശയാണ് സാർ. അവിടെ സ്ത്രീ വിഷയമൊക്കെ ഉണ്ട്. ഇതാണ് ഗുഡ് ലക്ക് ലോഡ്ജ് അല്ലടാ? അതെ സാർ. ഇവിടെ റൂം നമ്പർ 5 ഉണ്ടോ? ഉണ്ട് സാർ, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക. വാടകയ്ക്ക് കൊടുക്കാറില്ല. മുത്തു മാമാ, അയ്യോ, സാർ ഉദ്ദേശിക്കുന്ന മാതിരി പണ്ടത്തെ ബിസിനസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പണ്ടത്തെ ബിസിനസ് എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ പോയിട്ട് ഒരു സാരിയും ബ്ലൗസും പോലും ഇപ്പൊ ഇതിനകത്ത് കേറ്റാറില്ല. എന്ന് മുതലാ? ഞങ്ങളുടെ മുതലാളി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം. ആ മുറി ഒന്ന് കണ്ടു വാ. ഓ മുത്തു. മാധവനാരെ സാർ, നിങ്ങൾ ട്രിവാൻഡ്രത്തിന് ഫോൺ ചെയ്ത് റൂം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം അത് ഇൻഫോം ചെയ്യാം. ഒന്ന് സ്പീഡിൽ പോടോ. മന്ത്രിയുടെ വണ്ടിയുടെ പുറകെ തന്നെ വെച്ച് പിടിച്ചോ. പുറയിലല്ലാതെ എന്റെ മുമ്പിലാണോ പോണത്? 60 കൂടുതൽ പോകണ്ട. ഒരു കടാണമോ നിർത്തണേ, എന്തെങ്കിലും കഴിക്കണം. മന്ത്രിയുടെ വണ്ടി നിർത്താതെ ഈ വണ്ടി നിർത്തുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. വിട്ടോ, വയറ് കായുന്നടോ. എന്റെ ഉള്ളാണ് കായണത്. റൂം നമ്പർ 5.